നാഗപ്പള്ളിയിലെ അതുവേണേ കൊലപാതകം എന്ന് തന്നെ പറയാം അല്ലെ. അപകടം ശേഷം ശരീരത്തുകൂടി കയറ്റി ഇറക്കി ശ്വാസകോശം ഈ പറഞ്ഞ വാരിയലിലൊക്കെ ഒടിഞ്ഞാണ് മരണം സംഭവിച്ചത്. ആ മരിച്ച ആൾ ക്യാൻസർ ബാധിതയായിരുന്നു. അവർ ആ ചികിത്സയിലൂടെ അതൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സ്ത്രീ. എന്തായാലും ആ കേസിൽ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ്. രഞ്ജിത്ത്, കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളെ അപകട സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതാണ് പ്രധാനം. ഈ ഇന്നലെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വന്ന പല വാർത്തകൾ. പ്രതിയായ വനിതയായ ഡോക്ടർ, അവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ. മദ്യപിച്ചതിന് ശേഷമാണ് വാഹനം ഓടിച്ചിരുന്നത്. 8 മാസം മുൻപാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ആശുപത്രിയിലെ പരിചയമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു. വലിയൊരു വിമർശനവും വരുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ മുഖം കാണിക്കുന്നില്ല, സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിനീഷ് ഉണ്ട് അവിടെ. വിനീഷ് കൊട്ടാരക്കര നമ്മോടൊപ്പം ചേരുകയാണ്. വിനീഷ്, ഈ അപകടത്തിന് ശേഷം ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ദീർഘദൂരം കാർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് ശേഷം ഇന്ന് രാവിലെ വരുന്ന ഒരു വിവരം, ഈ വനിതാ ഡോക്ടറിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട പ്രതി പണമടക്കം 8 ലക്ഷം രൂപയുടെ പണവും ആഭരണങ്ങളും അടക്കം വാങ്ങിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. വിനീഷ്, തീർച്ചയായും കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കുന്ന സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. 14 ദിവസത്തേക്കാണ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തത്. പ്രതികളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ചു മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തുകയും ചെയ്തു. പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമാണെന്നാണ് മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാകുറ്റം ചുമത്തിയിട്ടുമുണ്ട്. ഈ നരഹത്യാകുറ്റം ചുമത്തി ഇരുവർക്കുമെതിരെ ഈ നടപടി ഇന്നലെ ഈ വനിതാ ഡോക്ടർക്കെതിരെ അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഉണ്ടായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം ഏത് തരത്തിലായിരിക്കും? കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഇയാൾ മറ്റ് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ്. ഇയാളെന്ന കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള നമുക്ക് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒട്ടും കുറച്ച് കാണിക്കാൻ സാധിക്കില്ല. അതനുസരിച്ച് ശിക്ഷാ നടപടികൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ടാവേണ്ടതുണ്ട് പോലീസിന്. അതെ, ഈ ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഇരുവരുടെയും യാത്ര എന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മോഷണ കുറ്റം, അതുപോലെ തന്നെ ഈ ചന്ദനം കടത്ത്, ഈ ലഹരി മരുന്ന് കടത്ത്, അങ്ങനെ ഏകദേശം 5 തരം കേസുകളിൽ പ്രതിയാണ് ഈ അജ്മൽ. അജ്മലിന് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനിയായ ഈ 45 വയസ്സുള്ള കുഞ്ഞുമോളാണ് മരണപ്പെട്ടത്. കാറിടിച്ച് സ്കൂട്ടർ യാത്രയിൽ വീണപ്പോൾ രക്ഷപ്പെടുത്താൻ തുനിയാതെ ഇരുവരും കാർ അവരുടെ ദേശത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള തെളിവെടുപ്പും മറ്റും ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്.